പ്രിയമുള്ളവരെ, ദേവാലയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ആലയത്തിൽ കടന്നു വന്ന് മനം തകർന്ന് ഹൃദയം നുറുങ്ങി സ്വർഗത്തിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുമെങ്കിൽ ഇവിടെ രോഗികൾക്ക് സൗഖ്യം ഇനി മുതൽ ലഭിക്കപ്പെടുകയാണ്. സ്വർഗം തുറക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഈ പ്രദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ സമാധാനത്തിൽ നിറയപ്പെടുകയാണ്. അതാണ് ദേശത്ത് ഒരു ദേവാലയം ഉണ്ടായാലുള്ള ഒരു പ്രത്യേകത. ശലോമോൻ പ്രാർത്ഥിച്ചതാണ്, നിന്റെ മക്കൾ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് സ്വർഗത്തിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കണം, നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പ്രിയമുള്ള, ഒരു ആലയം നിർമ്മിച്ചതുകൊണ്ട് കാര്യമില്ല. ആലയത്തിൽ വരാതിരുന്നാൽ അതിനൊരു പ്രയോജനമില്ല. ഈ ആലയത്തിൽ കടന്നു വരണം. ഒരു വിശ്വാസിയുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് ദേവാലയമാണ്. ഒരു വിശ്വാസി എന്ന പേരിന്റെ ഉടമസ്ഥനാക്കി തീർക്കുന്നത് ഈ മാമോദീസ തൊട്ടിയാണ്. പെറ്റുവീണ കുഞ്ഞിന് മാസങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കും. മാമോദീസ തൊട്ടിയിൽ വെച്ച് മാമോദീസ മുക്കി ഇവനെ വിശ്വാസത്തിന്റെ പാതയിൽ ഞങ്ങൾ വളർത്തുമെന്ന തീരുമാനമെടുക്കുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ റൂഹായെ പ്രാപിക്കുന്നത്, പരിശുദ്ധ മൂറോൻ ഒരിക്കലായി ലഭിക്കപ്പെടുന്നത് ഈ മാമോദീസ തൊട്ടിയിൽ വെച്ചാണ്. അതേ ദേവാലയം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കർത്താവിന്റെ ശരീരം എൻ്റെ ശരീരത്തോട് കലരുമ്പോൾ, കർത്താവിന്റെ രക്തം എൻ്റെ രക്തത്തോട് കലരുന്നത് ഈ പരിശുദ്ധ മബ്ദഹായുടെ മുമ്പിൽ വെച്ചാണ്. അതേ നമുക്ക് ഒഴിച്ചുകൂടുവാൻ വയ്യാത്തൊരു സ്ഥലമാണ് ദേവാലയം. ഒടുവിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗവാക്കാകണമെന്ന് ചിന്തിച്ചാൽ കടന്നു വരേണ്ടത് ഈ ആലയത്തിലാണ്. ഒടുവിൽ മരണസമയത്ത് കണ്ണുകൾ രണ്ടും അടച്ച്, കൈകൾ രണ്ടും നെഞ്ചത്തടക്കി, കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി അത് മൃതനായി കിടക്കുമ്പോൾ അതിൻ്റെ അന്ത്യമായി യാത്ര ചൊല്ലുന്നത് എവിടെയാണ്? ഈ ദേവാലയമാണ്. അതേ ദേവാലയം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മലന്ന് അമ്മയുടെ കൈകളിലൂടെ ദേവാലയത്തിൽ കടന്നു വന്നുവെങ്കിൽ, ഒന്നും അറിയാത്ത പ്രായത്തിൽ ഇവിടെ കടന്നു വന്നുവെങ്കിൽ, അതിൻ്റെ ഉത്ഭവം ദേവാലയത്തിലാകുന്നുവെങ്കിൽ, അത് ഒന്നും അറിയാതെ കടന്നു പോകുന്നതും നാലാളി ചുമന്നുകൊണ്ട് കടന്നു പോകുന്നതും ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് തന്നെയാണ്, ഇതിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ദേവാലയം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി തീരുന്നത്. നമ്മുടെ പിതാക്കന്മാർ ദേവാലയത്തിൽ കടന്നു വരുമായിരുന്നു. അവർ പ്രാർത്ഥനകൾ തികച്ച് കർത്താവിന് തിരുശരീരം ഒരാഴ്ചത്തെ ഊർജം സംഭരിച്ചത്, ഒരാഴ്ച മുന്നോട്ട് പോകുവാൻ അവർക്ക് ധൈര്യം, അവർക്ക് ഊർജം ലഭിച്ചത് ഈ മബ്ദഹായിൽ നിന്നും ലഭിച്ച കർത്താവിന്റെ ശരീരത്തിൽ നിന്നും, കർത്താവിന്റെ രക്തത്തിൽ നിന്നും.